हेलो बच्चों, हाय नमस्ते, कैसे हैं आप सब। घर चले हम फिदा कैफी आजमी जी എഴുതിയിട്ടുള്ള 1962 में जो इंडो चाइना वार हुआ था. आपको पता है 1962 इंडिया चाइना वार ഉണ്ടായ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയത്തില്ലേ? അതിനെ ആസ്പദമാക്കിയിട്ട് 1964 में 1964 ഹക്കീക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിന്റെ അകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗീതാണ്, ഫിലിം ഗീതാണ്. കെഫി ആസ്മി ജി ദ്വാര എഴുതിയതാണ്. മുഹമ്മദ് റാഫി ജിയാണ് ഇത് പാടിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സിനിമക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഗീതാണ്, ഫിലിം ഗീതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്രമാത്രം ഓർത്താൽ മതി. കുർബാനി യാനി ഇസി സാക്രിഫൈസ്, സൈനികർ ചെയ്യുന്ന സൈനികരുടെ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്കറിയാം 1962 ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ ഭാരതത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവർ ആക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ചൈനക്കാർ എന്ത് ഉണ്ടായിരുന്നു? ആക്രമിച്ച് കയറിയ സമയത്ത് ടിബറ്റൻ ബോർഡർ, യു നോ ദാറ്റ്. സോ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭാരതത്തിലെ സൈനികർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യെസ്, അതിനെതിരെ പോരാടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവൻ പണയം വെച്ചിട്ട് എന്ത് ഭാരതത്തിന്റെ ആ ഒരു ഷാൻ യാനി ഹമാരി ഹിമാലയത്തിലേക്ക് ഈ ഒരു ചൈന സൈനികരെ എത്താൻ അനുവദിച്ചിട്ടില്ല. അവരുടെ ആ ഒരു ബലിദാനെ കുറിച്ചാണ്, അവരുടെ ആ ഒരു സാക്രിഫൈസിനെ കുറിച്ചാണ്, അവരുടെ ആ ഒരു ന്യോച്ചാവർ, ആ ഒരു കുർബാനയെ കുറിച്ചാണ് ഈ ഒരു ഫിലിം ഗീതിൽ പറഞ്ഞത്. യെസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരിയാണ്. എല്ലാത്തിനും നമ്മൾ ഓരോ പദിലും നമ്മുടെ ബാച്ചിലെ കുട്ടികളോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും നമ്മൾ 4 പദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വരുന്ന ഒരു കാര്യമാണ് എന്താണ്? അബ് തുമാരെ ഹവാലെ വതൻ സാത്തിയോ എന്ന് പറഞ്ഞൊരു കാര്യം. സോ അബ് തുമാരെ ഹവാലെ ഹെ, അത് ഇനിയാണ് എന്താണ് ഈ ദേശം എന്ന് പറഞ്ഞത്. വതൻ യാനി ദേശാണ്. ദേശം എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ പോവാണ്, ഇനി നിങ്ങളാണ് ഈ ദേശത്തെ നോക്കേണ്ടതെന്ന് പറഞ്ഞ അബ് തുമാരെ ഹവാലെ വതൻ സാത്തിയോ എന്ന് പറഞ്ഞ. ഓക്കെ, യെസ്, കർ ചലെ ഹം ഫിദ എന്നതിന്റെ രാശിയം നമുക്ക് മനസ്സിലാക്കാം. സൈനികരുടെ ആ ഒരു ദേശഭക്തിയെ കുറിച്ചും, ആ ഒരു ദേശഭക്തി, പേട്രിയോട്ടിസം യാനി ദേശഭക്തി, അതുപോലെ തന്നെ സൈനികരുടെ ആ ഒരു कुर्बानी, അവരുടെ ആ ഒരു कुर्बानी यानी उनकी जो न्योछावर, उनकी जो बलिदान के बारे में है इस गीत के अंदर. सो पेट्रियोटिസത്തിനെ ഒന്ന് ജഥാന, ദേശഭക്തി ഒന്ന് ജഥാന ഒക്കെയാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. സോ കെഫി ആസ്മി ജി എന്ന് പറഞ്ഞ ഓഥറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഉറുദു जो प्रगतिशील उर्दू कवि है. യെസ്, സോ ആപ്പ് നോട്ട് കർലോ. സോ സമാജ് ജാഗരൂകത, അതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളുടെ വിശേഷതയാണ്. समाज में जो जागरूकत करना, समाज को जागरूक करना, അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം उर्दू यानी उर्दू में जो लिखते हैं उनकी जो प्रशस्त यानी वो प्रगतिशील उर्दू कवि है. आप നോട്ട് കർലോ. അതാണ് കെഫി ആസ്മി ജിയെ കുറിച്ച് പറയാനുള്ളത്. സോ നേരെ പോവാം, നേരെ കവിതയുടെ ഈ ഒരു പൃഷ്ഠഭൂമി, ഇത് എവിടെയാണ് നടക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. നേരെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്താണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കാം. സോ കെഫി ആസ്മി ജി എഴുതിയിട്ടുള്ള 1964 ഹക്കീക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിന് വേണ്ടിയിട്ട് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനെ ആസ്പദമാക്കിയിട്ട് നടത്തിയ ഒരു സിനിമയാണ് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞത്. അതിൽ നമ്മുടെ ഇന്ത്യൻ സൈനികരാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഗീതാണ് കർ ചലെ ഹം ഫിദ എന്ന് പറയുന്നത്. ഇതിൽ ഇത്ര മാത്രമാണ് പറയുന്നത്. കെഫി ആസ്മി കാ യേ ഗീത്. ഓക്കെ, കെഫി ആസ്മി ജി എഴുതിയിട്ടുള്ള ഈ ഗീതം കർ ചലെ ഹം ഫിദ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഗീത് എന്തിനാണ്? മാതൃഭൂമി पर मर मिटने वाले वीर सैनिकों के बलिदान और उनकी अंतिम इच्छा को दर्शाता है. सो എന്താണ് ഇതിനകത്ത് പറയുന്നത്? മാതൃഭൂമി पर मरे. സോ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് എന്താണ് മരിച്ചിട്ടുണ്ടായിരുന്ന ആ സൈനികരുടെ ബലിദാൻ, അവരുടെ കുറിച്ചാണ്, അവരുടെ ആ ഒരു അന്തിം ഇച്ഛ കൂടിയാണ്. അവരെ ആഗ്രഹിക്കുവാണ്, അവരുടെ ഒരു അന്തിമ അവസാനത്തെ ഒരു ഇച്ഛ, അവരുടെ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗീത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഭാരതത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ചിട്ടുള്ള ആ ഒരു സൈനികരുടെ ആ ഒരു അവസാന വാക്കുകൾ കൂടിയാണ്. എന്താണ്? യേ യുദ്ധക്ക് പൃഷ്ഠഭൂമി पर बनी फिल्म हकीकत का एक अत्यंत लोकप्रिय गीत है. അത്യന്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗീതമായിട്ടാണ് ഇത് മാറിയിട്ടുണ്ടായിരുന്നത്. ഹക്കീക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി, അതിൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഒരു വാസ്റ്റ് റേഞ്ച് ഉണ്ട്. സോ അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു ഫിലിം ഗീതാണ് ഈ ഹക്കീക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഖർ ചലെ ഹം ഫിദ എന്ന് പറയുന്നത്. സൈനികരുടെ ബലിദാനെ കുറിച്ചാണ് പറയുന്നത്. സോ യുദ്ധക്ക് जो പൃഷ്ഠഭൂമിയാണ് 1962 ഇന്ത്യ ചൈന വാറിൻ്റെ ആ യുദ്ധത്തിൻ്റെ പൃഷ്ഠഭൂമിയെ ആസ്പദമാക്കിയിട്ടാണ് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്ര വരെ ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ठीक बच्चों, चलते हैं. कविता में एक घायल सैनिक अपने अंतिम क्षणों में देशवासियों को संबोधित करते हुए कहता है. ഈ കവിതയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുറിവേറ്റ സൈനികൻ, ഓക്കെ, അവസാനം തൻ്റെ ജീവൻ ശരീരത്തിൽ തുടിക്കുന്നതിൻ്റെ അവസാന നിമിഷം മറ്റ് ദേശവാസികളിലും തൻ്റെ സൈനികരോടൊക്കെ പറയാണ്, അവരൊക്കെ എന്താണ് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്. എന്താണ് പറയുന്നത്? എന്താണ്? ഉസ്കി സാസേ റുക് രഹി ഹെ, തൻ്റെ ശ്വാസം നിലക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അവർ നബ്ജ് ജം രഹി ഹെ, തൻ്റെ ആ ഒരു നാഡിയിലൂടെ ഒഴുകുന്ന, തൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്ന ആ ബ്ലഡൊക്കെ എന്താണ് കോട്ടാകാൻ പോവാണ്. അതൊക്കെ കാരണം അത്രയും തണുപ്പാണ്. ഹിമാലയക്ക് जो छोटी अंदर क्या हो रहा है, इतनी बर्फीली है इसमें. सो ആ ഒരു ബർഫീലി കാരണം
തൻ്റെ ഞരമ്പുകളിലൊക്കെ വെയിൻസ് ഒക്കെ ഇത്രമാത്രം നബ്ജ് ക്യാ ഹോ രഹാ ഹൈ പൂരി തറഹ ബർഫീലി സേ ജം ഹോ രഹാ ഹൈ. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്താണ് ഫിർ ഭി ഉസ്നെ ദുശ്മൻ കോ ആകെ നഹി ബഡ്നെ ദിയാ ഹൈ. അത്രയും പാരിസ്ഥിതികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ പോലും ഓക്കെ അതിനൊക്കെ മറികടന്നുകൊണ്ട് അതൊന്നും ഒരു വിഷയമാക്കാതെ അതിനൊക്കെ മറികടന്നുകൊണ്ട് സൈനികൻ പിന്നോട്ട് വെക്കുന്നില്ല, മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോകുന്ന സൈനികനെ കുറിച്ചാണ്. ഓക്കെ അത്രയും പ്രതിസന്ധികളാണ്, വെല്ലുവിളികളാണ് നേരിടുന്നത്. നമ്മുടെ പ്രകൃതിപരമായിട്ടും നമുക്കറിയാം മഞ്ഞ് കാരണം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ശ്വാസം ഇതൊക്കെ അത്രയും എക്സോസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ടും സൈനികർ എന്ത് ചെയ്യുന്നില്ല, അവിടെ നിൽക്കുന്നില്ല, അവിടെ പിന്നോട്ട് പോകുന്നില്ല, മുന്നോട്ട് തന്നെ ആ ഒരു സൈനികർക്ക് അവരുടെ ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ മുന്നോട്ട് തന്നെ പോവാണ് നമ്മുടെ സൈനികർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ठीक है बच्चों, क्लियर? यस. उसने अपने प्राणों की आहुति देकर भी हिमालय का सिर झुकने नहीं दिया. हिमालय എന്ന് പറയുന്നത് ഭാരത് की जो सम्मान है, भारत की जो अभिमान है, भारत की शान है. ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയ പർവ്വതനിരകളിലെ കാശ്മീരിൽ ഇങ്ങനെ നീണ്ടു നിലനിൽക്കുന്ന ഈ ഹിമാലയം പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അഭിമാനമാണ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ രചയിത പറയുന്നത്, കെ.എഫ്. ആസ്മിജി പറയുന്നത്. ആ ഒരു സൈനികന്റെ രീതിയിൽ പറയാണ്. സൈനികൻ പറയാണ് എന്താണ്, സൈനികനായിട്ട് അദ്ദേഹം പറയാണ്, സൈനികൻ പറയാണ് ഹിമാലയത്തിലേക്ക് കാൽ വെക്കാൻ ഞാൻ അവരെ അനുവദിച്ചിട്ടില്ല. എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ ആ ഒരു അക്രമികളെ നമ്മുടെ ഹിമാലയത്തിലേക്ക് കാല് വെക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. അതിലേക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ അന്യരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തില്ല, കടക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ठीक है बच्चों, क्लियर? वेरी इंटरेस्टिंग, राइट? वह कहता है कि जिंदा रहने की कोई मौका मिलता है. जिंदा रहने के लिए कोई नहीं, कई मौका मिलता है. ലൈഫിൽ ജീവിക്കാൻ ഒരുപാട് കൈ മौका मिलता है, ഒരുപാട് അവസരം കിട്ടും. പക്ഷേ लेकिन देश के लिए जान देने का अवसर रोज नहीं आता है भाई. സോ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം, രാജ്യത്തിന് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു അവസരം എപ്പോഴും വരുന്നതല്ല. യെസ്, इसी के बारे में यहाँ कहा गया है. फिर आखिरी पंक्ति के अंदर आप देख लो, इसके अंदर बोल रहा है സൈനിക് ദേശ് की धरती को एक दुल्हन मानता है. ദേശത്തിന്റെ ആ ഒരു ഭൂമിയെ, പൃഷ്ഠഭൂമിയെ ആര്, രചയിതാവ് നമ്മുടെ കെ.എഫ്. ആസ്മിജി പറയാണ് ഒരു ദുൽഹൻ की तरह, ഒരു വധുവായിട്ടാണ് ആര് നമ്മുടെ ഈ ഒരു രചയിത സങ്കല്പിക്കുന്നത്. ഓക്കെ, ഒരു ദുൽഹൻ की तरह, ദുൽഹൻ ഒരു വധുവായിട്ടാണ്. എന്തുകൊണ്ടാണ് ദുൽഹൻ വധുവായി പറയാൻ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് വധു? കാരണം നമ്മുടെ പാശ്ചാത്യ രീതി നമുക്കറിയാം, ഭാരതത്തിലൊരു രീതിയാണ് എന്താണ്, കല്യാണം കഴിക്കാൻ വന്ന വധു എപ്പോഴും റെഡ് ഡ്രസ്സ്, ചുവന്ന ഡ്രസ്സ് ഇടുക. അതുപോലെയാണ് നമ്മുടെ ധർത്തി. കാരണം അങ്ങനെ ആവാൻ കാരണം, നമ്മുടെ ഭൂമിയെ ഒരു ദുൽഹനായിട്ട് പറയാൻ കാരണം എന്താണ്, ആ ഭൂമിയിൽ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ഒരുപാട് സൈനികരുടെ ബ്ലഡ് അവിടെ ഒഴുകിയിട്ടുണ്ട്. അതൊരു എന്താണ് ദുൽഹനായിട്ടാണ് കവി ഉപയോഗിക്കുന്നത്. ധർത്തി ഒരു ദുൽഹൻ, വധുവായിട്ട് മാറിയിട്ടുണ്ട് രാജ്യത്തിലെ സൈനികരുടെ രക്തം കൊണ്ട് നിറഞ്ഞിട്ട്. ഓക്കെ സോ ജിസ്കെ രക്ഷാ കെ ലിയെ ഖൂൻ ബഹാനെ വീരോं का जो कर्तव्य है, അതിനു വേണ്ടിയിട്ട് എന്താണ്, ഇനിയും അതിനു വേണ്ടിയിട്ട് നമ്മുടെ കർത്തവ്യമാണ്, അതിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കർത്തവ്യമാണ്. ഓക്കെ സോ വഹ് യുവാओं का प्रेरित करता है कि युवा को जो प्रेरित करता है, യുവാക്കളോട് പറയാണ് എന്താണ്, യെസ് ഷഹാദത്ത് യാനി കുർബാനി യാ സിൽസില रुकना नहीं चाहिए. अंत में ഒരിക്കലും എന്താണ് കഹി ഭി സമയ യെ റുക്നാ നഹി ചാഹിയെ. ഹമാരി ജോ സിൽസില ആണ്, രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ജീവൻ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിൽസില, ഒരു പരമ്പര, അത് എപ്പോഴും നിലകൊള്ളണം. ഒരുപാട് പേര് മരിച്ചാൽ എന്താണ്, ആ ഒരു പോസ്റ്റിലേക്ക് നിൽക്കാൻ അടുത്ത ആൾക്കാർ കയറണം, പുതിയ യുവാക്കൾ അതിലേക്ക് വരണം. രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുക എന്ന് പറഞ്ഞ ഈ ഒരു സിൽസില ഇതൊരിക്കലും നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. ഒരു പരമ്പര ഒരിക്കലും നിൽക്കരുത്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് കവി ആവശ്യപ്പെടുന്നത്. अंत में वह सैनिक और युवाओं को से कहता है कि वे अपने खून से एक लक्ष्मण रेखा खींच दे ताकि कोई भी रावण यानी रूप घुसपैठिए सीता के दामन को छू नहीं सके. यस, ठीक है. सो ഇവിടെ എന്താണ് കവി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, യെസ് हमसे बोल रहे हैं अपने खून से लक्ष्मण रेखा. ഇവിടെ ഒരു ऐतिहासिक पल की ओर खींच के जा रहे हैं, हमें एक ऐतिहासिक पल की ओर खींच के जा रहा है. നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പോകുന്നത്. കാരണം നിങ്ങൾ ഇതൊക്കെ ഇലാബറേറ്റ് എന്തായാലും എക്സാമിന് എഴുതണം. രാമൻ ലക്ഷ്മണൻ, നമുക്കറിയാം രാമായണത്തിലൊരു ഇൻസിഡന്റ് ആണ്. രാം ലക്ഷ്മണനായിട്ട് എന്തിനു ഉപയോഗിക്കുകയാണ്, യു ക്യാൻ നോട്ട് ഇറ്റ് ബച്ചോ, നോട്ട് ഡൗൺ, ആപ്കോ നോട്ട് करना है, വെരി ഇമ്പോർട്ടൻറ്റ്. രാവൺ ആയിട്ട് അക്രമികളെ ഉപയോഗിക്കുന്നു, ചൈനക്കാരെ ഉപയോഗിക്കാം. ലക്ഷ്മൺ രാം ആയിട്ട് എന്താണ്, നമ്മളെ സൈനികരും ദേശവാസിയാണ് രാം ലക്ഷ്മണായിട്ട് പറയുന്നത്. അപ്പോൾ സീത ആരാണ്, कमेंट बॉक्स में बताओ कौन है सीता. സീതയായിട്ട് യെസ് आपको पता है. ആരാണ് ഇതിന്റെ ഓത്തർ, കെ.എഫ്. ആസ്മിജി ആണ്. നോട്ട് ചെയ്തോളൂ, സീതയായിട്ട് ഉപമിക്കുന്നത് ആരെയാണ്, ഈ ഒരു ധർത്തിയാണ്, നമ്മുടെ ഭാരതത്തെയാണ് സീതയായിട്ട് ഉപമിക്കുന്നത്. ठीक है बच्चों. അപ്പൊ രാം ലക്ഷ്മണൻ എന്താ ചെയ്യേണ്ടായിരുന്നത്, സീതയെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെയാണ് രാവണൻ എന്നല്ലേ പ്രൊട്ടക്ട് ചെയ്തത്. അപ്പൊ ഈ രാവണൻ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു ആക്രമികാണ്, നമ്മുടെ ദുഷ്മനാണ്. നോട്ട് ചെയ്തോളൂ, എങ്ങനെ പറയാം. ओके सो वह सैनिक और युवा से कहता है, युवाक्കളോട് പറയാണ് अपने खून से एक लक्ष्मण रेखा खींच दे ताकि कोई भी रावण रूपी घुसपैठिए सीता के दामन को
ചൂബി നാ സഖേ. ഓക്കെ, രാവണനാകുന്ന ഈ രാവണൻ ഒരു ലക്ഷ്മണ രേഖ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്താണ് ആ ലക്ഷ്മണ രേഖയെ മറികടന്ന് അപ്പുറത്ത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? യു നോ ദാറ്റ്. സോ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ആ ലക്ഷ്മണ രേഖ എന്താണ്, അതെന്താണ്, അത് മറികടന്ന് പോവാ സംഭവിക്കില്ല. മറിച്ച് സീതയാണ് രാവണനിലേക്ക് വന്നത്, നമുക്കറിയാം രാമായണത്തിൽ. അതിങ്ങോട്ട് മറികടന്നപ്പോഴാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയ ഒരു കാര്യം നമ്മളുണ്ട്. പക്ഷേ ലക്ഷ്മണനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ആ ഒരു ലക്ഷ്മണ രേഖ നമ്മുടെ ബ്ലഡ് കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കരുത്. അതുകൊണ്ട് എന്താണ്, നമ്മുടെ ബ്ലഡ് കൊണ്ട് നമ്മുടെ അതിർത്തികളിൽ എന്ത് ചെയ്യണം, ഒരു രേഖ വരക്കണം. അതായത് ആ അതിർത്തികൾ നമ്മളാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. ഒരിക്കലും അവരെ എന്ത് ചെയ്യരുത്, കടത്തിവിടാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ലക്ഷ്മണൻ നമ്മളായി മാറണം എന്നാണ് ഓത്തർ ഇവിടെ പറയുന്നത്. ठीक है बच्चों, यानी कोई शत्रु रूबी घूसपैठिया सीधा को क्या है, दामन को चूबी ना सके എന്നാണ് പറയുന്നത്. സോ ആരും ഈ രാവണൻ ഒരിക്കലും ഇങ്ങോട്ട് കടക്കാൻ നമ്മൾ അനുവദിച്ചൂടാ എന്നാണ് പറയുന്നത്. ഘൂസ്പേട്ടി അതിക്രമിച്ച് അകർത്ത് കയറാൻ നമ്മൾ വിടരുത് എന്നാണ് പറയുന്നത്. സൈനിക जाते जाते देश की सुरक्षा की पूरी जिम्मेदारी देशवासियों से हाथ में सौंप जाता है. അപ്പൊ ഈ മരിക്കാൻ പോകുന്ന സൈനികർ തൻ്റെ എല്ലാ സോംപിന യാനി ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. സോംപിന ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ദേശവാസിയോസെ സൈനികോസെ മറ്റ് സൈനികരോടും ദേശവാസിയോ ഒക്കെ ഉത്തരവാദിത്തം, മെയിനായിട്ട് ദേശവാസിയോസെ ഈ ദേശത്ത് വഹിക്കുന്ന മറ്റ് നമ്മുടെ നാട്ടുകാരും ഒക്കെ പറയുന്ന ആ ഒരു ദേശത്തിലെ ജനങ്ങൾ, ഒരു ദേശത്തിൽ അധിവസിക്കുന്ന ജനങ്ങളോട് ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് സൈനികർ വീരമൃത്യു വരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സൈനികന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ഗീത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ ഒരു സൈനികന്റെ പെർസ്പെക്റ്റീവിലാണ് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നല്ല രീതിയിൽ നിർവഹിച്ചു, ഇനി നിങ്ങളുടെ അവസരമാണ്, ഇനി നിങ്ങളുടെ ഊഴമാണ് നമ്മുടെ ദേശത്തിലെ ആ തുമാരെ ഹവാലെ വദൻ സാത്തിയോ ഏനാ, ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇനി രാജ്യം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പോകുന്നു എന്ന രീതിയിലാണ് ആ രചന അവസാനിക്കുന്നത്. ठीक है बच्चों, ये है इस कविता के अंदर आ रहा है. सो इसकी जो मलयालम अर्थ है मेरे पास है. आप चिंता मत करो. मेरा ജിമൻ സാർ റിജു പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു മലയാളം ഇതിൻ്റെ ഒരു വേർഷൻ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചുതരാം. इसका जो हिंदी और मलयालम वेर्शन है आप चाहिए तो स्क्रीनशॉट ले सकते हैं. അതുപോലെ തന്നെ ജൂപോണിൻ്റെ കൂടെ നിന്നിട്ട് ഇതുപോലെ സൂപ്പറായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ സമ്മറി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എക്സാം പ്രിപ്പറേഷൻ, ഇതിൽ വൺ ഷോട്ട് ഒക്കെ നമ്മൾ ജൂപോർട്ട് ആപ്പിലുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺവീനിയൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് എജുപോർട്ട് ഒരുക്കുന്നത്. സൂപ്പറായിട്ട് നിങ്ങളുടെ സമയത്ത് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മുടെ കൂടെ ചേരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. ജിമൻ സാർ എജുപോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നെയിം, ഓക്കെ, സോ നിങ്ങളുടെ ക്ലാസ് CBSE ക്ലാസ് 10 എന്ന് എഴുതണം. ഓക്കെ, CBSE ക്ലാസ് 10 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ CBSE ക്ലാസ് 10, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജിമൻ സാർ എജുപോർട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് നേരെ എജുപോർട്ട് നമ്മുടെ കൂടെ CBSE പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ठीक है बच्चों, സോ നല്ല രീതിയിൽ പഠിക്കാൻ നമ്മളിവിടെ തയ്യാറാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ആപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ മലയാളം വേർഷൻ വേണ്ടവരും എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ठीक है बच्चों, कर चले हम फिदा सर मलयालम वर्जन दे दो. ठीक है बच्चों, हो गया. इसका दोनों वर्जन मैं आपको दे दूंगा, नो वरीज. सो चिंता मत करो बच्चों, अच्छे से पढ़ लो. हम हैं यहाँ आपको पढ़ाने के लिए, हमारी जिम्मेदारी है, सैनिकों की जिम्मेदारी है जो देश की रक्षा करना, हमारी जिम्मेदारी है आपको पढ़ाना. ठीक है बच्चों, यस, तो पढ़ लो अच्छे से. मिलते हैं अगली वीडियो के साथ, तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू.